ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പോണ്ടിച്ചേരി വ്ളോഗും പോട്ടായി 18 പോണ്ടിച്ചേരിയും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ആക്ച്വലി പോണ്ടിച്ചേരി വ്ളോഗ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജൂൺ 1 ഷൂട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന ഡേറ്റ് ജൂൺ 23 ആണ് കേട്ടോ. ഇത് ഷൂട്ട് ചെയ്തത് ജൂൺ 8 അന്ന്. ഇതിപ്പോൾ പോണ്ടിച്ചേരി ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഒരു 2 ദിവസത്തിനകമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുവാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് തുമരപ്പരിപ്പ്, പിന്നെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്. ഇതെല്ലാം കൂടെ രാവിലെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് രാത്രിയാകുമ്പം അരച്ച് വെച്ചു. പിറ്റേ ദിവസം രാവിലെ നല്ല പൊങ്ങി വന്നതാണ് ഈ കണ്ടത്. പക്ഷെ നല്ലതായിട്ട് അത് ഫ്ലഫി ആയി വരും. കുറച്ച് അവലും കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് ഇത്രയും സോഫ്റ്റ് ആയി വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ അവൽ ചേർത്ത് അരയ്ക്കും, ഇല്ലെങ്കിൽ അവൽ ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ ഇത്രയും പൊങ്ങത്തില്ല. പിന്നെ അത് ഉപ്പിട്ട് രാവിലെ ഞാനത് ഫുള്ള് ഒരു 3/4ഓളം 2 ദിവസത്തേക്കുള്ള ഇഡ്ഡലി ആക്കുവാണ്. പിന്നെ അപ്പോൾ ഒരു ദിവസം ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി. ഇതാകുമ്പോൾ കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ലേ. കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഉണ്ടാവും, എന്നാലും അരി കണ്ടൻറ്റ് ആയിട്ട് കാണത്തില്ല. അവലിൻ്റെ ഒരു കുറച്ച് ഇതേ ഉണ്ടാകത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ചട്നി നല്ലതാണ്. പക്ഷേ ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെക്കുന്നത്, സാമ്പാർ ഒരു 2-3 ദിവസത്തേക്ക് അങ്ങ് ഉണ്ടാക്കി വെക്കും. ഇതിപ്പോൾ എല്ലാം ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ അങ്ങോട്ട് ഒരു 1.5 മാസത്തേക്ക് എൻ്റെ ഒരു റെസ്റ്റ് പീരീഡ് ആയിരിക്കും. റെസ്റ്റ് പീരീഡ് എന്ന് വെച്ചാൽ അടുത്ത ഒരു കുഞ്ഞി സർജറി പരിപാടി ചെയ്യാൻ പോവാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ വഴിയെ പറയാം കേട്ടോ. ഇതിപ്പം ഇനിയിപ്പം ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് കുക്കിംഗ് പ്രിപ്പറേഷൻ്റെ ഒരു വീക്ക്ലി മീൽ പ്ലാൻ, അല്ലെങ്കിൽ പ്ലാനല്ല പ്രിപ്പറേഷനാണ്. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ വാട്ടർമെലൺ അരിഞ്ഞ് വെച്ചു. പിന്നെ ഇത് സാലഡ് കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുകയാണ്. അപ്പം ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. കാരണം മുരളിയേട്ടനെ നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ വലിയ കുക്കിംഗ് അറിയുന്ന ആളൊന്നും അല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തട്ടിമുട്ടിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാലിന് വെരിക്കോസ് വെയിൻ ഉണ്ട്. ആ മുട്ട് പ്രശ്നമുള്ള ലെഫ്റ്റ് ലെഗ് തന്നെയാണ് വെരിക്കോസ് വെയിൻ ഉള്ളത്. അപ്പം എനിക്ക് നല്ല വേദനയുണ്ട്. ഡാൻസ് പരിപാടി കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല വേദനയായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പം ഒരു വെരിക്കോസ് വെയിൻ ഇപ്പം പുതിയതായിട്ടൊരു പ്രൊസീജിയറുണ്ട്. സ്ക്ലീറോ തെറാപ്പി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് കേട്ടോ. അത് വെയിൻ മിറാക്കിൾ എന്നും പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കാണ്, അവിടെയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് ചെയ്താൽ പിന്നെ ഒരു 1.5-2 മാസത്തേക്ക് റെസ്റ്റ് വേണം. അങ്ങനെയാണ്. ഇതിപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് മറ്റേ വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വേവിച്ച് വെക്കുകയാണ്. ഇത് ഞാൻ രാത്രിയിൽ ഞാനിത് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഡിന്നറിനായിട്ട് ചെന്ന ഡാലഡ് സാലഡ് പോലെ നമുക്ക് ചെന്ന ചാട്ടെന്നും പറഞ്ഞിട്ട് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ചാട്ട് വീഡിയോ. അപ്പം കടല വേവിച്ച് വെച്ചാൽ നമ്മൾ ക്യാരറ്റ്, കുക്കുംബർ, സവള ഒക്കെ ഇട്ട് ചാട്ട് മസാല ഇട്ട് നമുക്ക് 2 ദിവസത്തേക്കുള്ള ഡിന്നറായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലൈഫ് കോച്ചിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് നല്ലപോലെ അറിവുണ്ടെങ്കിലല്ലേ വേറൊരാളെ കോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചർ കഴിഞ്ഞിട്ട് ഇപ്പം 2 വീക്സ് കഴിഞ്ഞു. ശരിക്കും ഈ ക്ലാസ്സും അതിൻ്റെ പ്രിപ്പറേഷനും നല്ലപോലെ പഠിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് മൈൻഡ് ശരിക്കും പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് നന്നായിട്ട് പറ്റിയത്. കാരണം ഒരു ഐഡിയൽ മൈൻഡ് ഈസ് ലൈക്ക് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നല്ലേ പറയുന്നത്. ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ആകെ ഡിസ്റ്റർബ്ഡ് ആവും. എനിക്ക് ഒട്ടും വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പം സർജറി കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ആകെ ഞാൻ ഡിസ്റ്റർബ്ഡായി പോയേനെ. അപ്പം നമ്മുടെ മൈൻഡിന് ഏതാണ് വേണ്ടിയതെന്ന് നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എനിക്കിപ്പം വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെ മാക്സിമം എൻഗേജ്ഡ് ആക്കി ഹാപ്പി ആയിട്ട് ഇരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സ്ക്ലീറോ തെറാപ്പി ചെയ്യുന്ന ക്ലിനിക്കിലോട്ട് വെയിൻ മിറക്കിൾ എന്ന് പറഞ്ഞ ക്ലിനിക്കാണ് കേട്ടോ. കലൂരല്ലേ ഇത്. അങ്ങോട്ട് എത്താറായി. 3:30 ആകുമ്പോൾ അവിടെ എത്തണം. ഒരു 1/2 മണിക്കൂറേ ഉള്ളൂ പ്രൊസീജിയർ. ഒരു 1.5 മണിക്കൂറിനകം നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാം. അല്ലേട്ടാ, ഒരു മാസത്തേക്ക് കിച്ചൺ ഏറ്റെടുക്കാൻ തയ്യാറായോ? പറ്റുന്ന പോലെ ചെയ്യും എന്നേ പറയുന്നുള്ളൂ. തീരേണ്ട ഡയലോഗാ. പറ്റുന്ന പോലെ ചെയ്യും. അതുകൂടാതെ ഈ കിച്ചൺ മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ. റിമോട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് റിമോട്ട് കൺട്രോൾ ചെയ്യാൻ ചെയ്ത സമയമില്ല. ഏതായാലും മറ്റേ ലൈഫ് കോച്ചിങ്ങിന്റെ ക്ലാസ്സും എല്ലാം കൂടെ രാവിലെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോ കഴുകിക്കൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അവിടെ എല്ലാം തുടയ്ക്കുന്നു. അത് വെള്ളം താഴെ വീഴാതിരിക്കാൻ തുടച്ചത്, ഇല്ലെങ്കിൽ തറയിലെല്ലാം വെള്ളമാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പാത്രം കഴുകും. ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ
20 വർഷമായിട്ടും പരിചയമില്ല എന്ന് പറയരുത്. അല്ല അത് വലിയ മഹത്തായ കാര്യത്തിന്റെ അല്ല, യൂസ്ഡ് അല്ലല്ലോ. നമുക്കൊരു സാധനം 20 വർഷമായിട്ട് കിച്ചണിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് നല്ല തലവേദന, അതെങ്ങനെ നമ്മളിങ്ങനത്തെ ഇരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. വെയിൻ മിറക്കിളിലെ ഡോക്ടർ കിഷോറാണ് എൻ്റെ സ്ക്ലെറോതെറാപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ സ്ക്ലെറോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പൈഡർ പോലെയൊക്കെയാണ് എൻ്റെ കാലിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ആ വെയിനെ എക്സ്പാൻഡ് ചെയ്യിച്ച് ഇങ്ങനെ മെഡിസിൻ തന്ന് എക്സ്പാൻഡ് ചെയ്യിച്ചിട്ട് അത് പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ചിങ്ങനെ പാട് പോലെ ആയിട്ട് 2 മാസം കഴിയുമ്പോൾ ആ പാട് ഇങ്ങനെ ഡാർക്ക് കളറിലായി ഗ്രാജുവലി അങ്ങ് താന്നു പോകും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ലേസർ ട്രീറ്റ്മെൻറ്റ് അല്ല, ഇത് വേറൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു 8-10 ഇഞ്ചക്ഷൻ കാലിലെ പല ഭാഗങ്ങളിലായി എടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ബാൻഡേജ് ഇട്ടേക്കും കേട്ടോ. നമ്മൾ കുറേ നാൾ ബാൻഡേജ് ഇട്ട് ഇങ്ങനെ കാല് പൊക്കി വെച്ച് റെസ്റ്റ് എടുക്കണം. ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയിരുന്നു. ഒരു 5 മിനിറ്റ് കുറച്ച് അവിടെ റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും സിസ്റ്ററിനോട് വീട്ടിലൊക്കെ പൊക്കോട്ടേന്ന് ചോദിച്ചാണ്. പക്ഷേ പെട്ടെന്ന് ഞാൻ അൺകോൺഷ്യസ് ആയി, തല ഇറങ്ങിയിട്ട് ഒരു ബ്ലാക്ക് ഔട്ട് പോലെ വന്ന് അങ്ങ് ഇതായി. പിന്നെ അവർ പെട്ടെന്ന് ക്യാനിലാക്കിയിട്ട് ട്രിപ്പൊക്കെ തന്ന് അവിടെ കിടത്തി. ഒരു 1/4 മണിക്കൂറോളം അങ്ങനെ കിടന്നു എന്ന് തോന്നുന്നു. എനിക്ക് ആ സംഭവങ്ങളൊന്നും ഓർമ്മയില്ല, ഇതൊക്കെ പറഞ്ഞറിവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ ആയി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. ഇപ്പോൾ ഇങ്ങനെ 2 ആഴ്ചയായിട്ട് ഇങ്ങനെ റെസ്റ്റിലാണ്. അങ്ങനെ പോകുന്നു. അപ്പോൾ ശരി, നമുക്കിങ്ങനെ പയ്യെ ഓരോ വീഡിയോസായിട്ട് കാണാം.